നമസ്കാരം. ഞാൻ ഡോക്ടർ ബാലാജി നാരായണ സ്വാമി രാമനാഥൻ. ഇതെൻ്റെ ചാനൽ NNR സ്കൂൾ ഓഫ് വിസ്ഡം. ഒരു വർഷത്തോളമായി നമ്മൾ ഈ ചാനൽ തുടങ്ങിയിട്ട് ഇതിൽ സത്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ ബോധത്തെക്കുറിച്ച്, കോൺഷ്യസ്നെസ്സിനെ കുറിച്ച് ആണ് നമ്മൾ നിരന്തരം സംസാരിക്കുന്നത്. ഇത് തുടങ്ങാൻ തന്നെ കാരണം പല ടോപ്പിക്കുകളും പല ക്വസ്റ്റ്യനും ഞാൻ റേസ് ചെയ്തിട്ട്, ഉദാഹരണത്തിന് സൈലൻസ് എന്താണ്, അല്ലെങ്കിൽ മാസ്റ്റർ എന്താണ്, അല്ലെങ്കിൽ ഉപനിഷത്ത് എന്താണ്, ഉപനിഷത്ത് റിയൽ നോളജാണോ, പരാ നോളജാണോ, അപരാ നോളജാണോ, ഇങ്ങനെ പല ചോദ്യങ്ങളും ചോദിച്ചപ്പം ഉത്തരം കിട്ടിയില്ലെന്ന് മാത്രമല്ല, ആൾക്കാർ കൊഞ്ഞനം കാണിച്ചു തുടങ്ങി. ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ചോദിക്കരുത്, ഇതങ്ങനെ ചിന്തിക്കാനുള്ളതല്ല, ചിന്തിച്ചില്ലെങ്കിൽ ഒരു അന്തമില്ല, അല്ലെങ്കിൽ അങ്ങനെയുള്ളതല്ല, ഇങ്ങനെ പല കാര്യങ്ങൾ ഇവർ പറഞ്ഞു. എന്തായാലും ശരി, അതിൻ്റെ ഒരു അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ആണ് ഞാനിത് തുടങ്ങിയത്. അപ്പം ഞാനിത് ആദ്യമൊക്കെ ഇത് വാട്സാപ്പ് ഗ്രൂപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ പോസ്റ്റ് ചെയ്യുമായിരുന്നു. പിന്നെ ഗൂഗിൾ പ്രൊമോഷനുണ്ട്, അവരെ കൊണ്ട് പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്, ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും എന്താണ് ആക്ച്വലി പർപ്പസ്, എന്താണ്, നമ്മൾ എന്തിനാണ് ഇത് ചെയ്യുന്നത്, നമ്മൾ സംസാരിക്കുന്നത് എന്തിനാണ് എന്നുള്ളത് എനിക്ക് അതിനകത്ത് ഒറ്റ കാര്യമേ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ഞാൻ ചോദിച്ചിട്ട് എനിക്ക് കിട്ടാത്ത ഉത്തരങ്ങൾ കണ്ടെത്തണമെന്നും അത് ആൾക്കാരോട് ഷെയർ ചെയ്യണമെന്ന് ഒരു തോന്നലുണ്ടായിരുന്നു. അപ്പോൾ ഇത് എവിടെ നിന്ന് കിട്ടിയെന്നൊക്കെ ചോദിച്ചാൽ, ഞാൻ കൊണ്ടു നടക്കുന്ന ഒരു ബുക്കുണ്ട്, ജിദ്ദു കൃഷ്ണമൂർത്തി, അറ്റ് ദ ഫീറ്റ് ഓഫ് മാസ്റ്റർ. അതിനകത്ത് പറയുന്നുണ്ട്, ദ ബെസ്റ്റ് തിങ് ഇസ് ടു ഡു ഇസ് ടു ഫീഡ് ദ സോൾ ഓഫ് അതേഴ്സ്. നിങ്ങൾക്കൊരു സർവീസ് ചെയ്യണമെന്ന് ഉദ്ദേശമുണ്ടെങ്കിൽ ഭക്ഷണം കൊടുത്തുകൊണ്ടോ പൈസ കൊടുത്തതോ കാര്യമില്ല. ഇതെൻ്റെ മനസ്സിൽ പതിഞ്ഞിട്ടുണ്ട്. അതാണ് ഇത് തുടങ്ങാനുള്ള കാരണം. പിന്നെ യൂട്യൂബിൽ നമ്മൾ എവിടെയെങ്കിലും ഒരു വേദിയിൽ ചെന്ന് സംസാരിച്ചാൽ ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, അതൊരു ചടങ്ങിന് വേണ്ടി വെറുതെ വന്നിരിക്കുന്നതാണ്. കാര്യം അവരുടെ ചോദ്യം കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും നമ്മൾ സംസാരിച്ചത് വിഷയം ഏതാ, പലതവണ പറഞ്ഞ ടോപ്പിക്കുകൾ, അല്ലെങ്കിൽ ആ 20 മിനിറ്റ് നമ്മൾ സംസാരിച്ച അതിന് ഓപ്പോസിറ്റ് ചോദ്യങ്ങൾ ചോദിക്കുക. അപ്പം അതൊരു വേസ്റ്റ് ഓഫ് ടൈം ആൻഡ് എനർജിയാണ്. പിന്നെ സംസാരിക്കുമ്പോൾ നമുക്ക് പൈസ കിട്ടും. അതൊരു ജോലിയായിട്ട് നോക്കിയാൽ അത് ഓക്കെയാണ്. പണ്ട് സുകുമാർ അഴീക്കോടിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ഒരു കാറും എത്ര 500 രൂപയും കൊടുത്താൽ എവിടെ പോയി സംസാരിക്കുമെന്ന് പണ്ടിങ്ങനെ പറഞ്ഞിട്ടുണ്ട് ആൾക്കാർ. എൻ്റെ വലിയ വക്കീലന്മാരെക്കുറിച്ചും മള്ളൂരിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്, 100 രൂപ കൊടുത്താൽ നമുക്ക് ആരെയും കൊല്ലാം. അപ്പം എന്താണ്, ഇപ്പോൾ ഒരു 1000-ഓളം ടോക്ക് നടത്തിയിട്ടുണ്ട്. ഒരു 500 എണ്ണം പ്രൈവറ്റും 500 എണ്ണം പബ്ലിക്കും. ഇനി എന്തെങ്കിലും ചോദ്യങ്ങൾ ഇതിനകത്ത് വരാനുണ്ടോ എന്ന് ചോദിച്ചാൽ, ഉപനിഷത്ത് പോലും ഇവരടിക്കുന്ന വേദത്തിൻ്റെ സാരമാണ് ഉപനിഷത്ത്, അതിൻ്റെ സാരമാണ് പുരാണം. ഉപനിഷത്ത് പഠിച്ചാൽ ലോകം കീഴടക്കി. നമ്മൾ ഏത് സ്പിരിച്വാലിറ്റി ഫോളോ ചെയ്യുന്നവരടുത്ത് ചോദിച്ചു നോക്കി, നമ്മൾ ഉപനിഷത്ത് പറഞ്ഞാൽ പൂർണ്ണമിതം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ പിന്നെ മിണ്ടത്തില്ല. എന്നാൽ സത്യം എന്തുവോ, സത്യം മാണ്ഡവ്യ ഉപനിഷത്തിൽ തന്നെ പറയുന്നുണ്ട്, അത് റിയൽ നോളജ് അല്ല, അത് പരാവിദ്യ അല്ല. പിന്നെ അതിലൂടെ കിട്ടുമോ? കിട്ടത്തില്ല. ഇതുറപ്പിച്ച് പറയാൻ ഇവർക്ക് എന്താ ബുദ്ധിമുട്ട്? അത് പറയത്തില്ല, പറയാൻ അറിയത്തില്ല, അതിനുള്ള അനുഭവം വേണ്ടേ? പോലീസിൻ്റെ തോക്കുണ്ട്, വെടിവെക്കാൻ പഠിപ്പിച്ചിട്ടില്ല. LLB ഉണ്ട്, അല്ല LLM ഉണ്ട്, ഡോക്ടറേറ്റ് ഉണ്ട്, പക്ഷെ കോടതിയിൽ ചെന്ന് പ്രാക്ടീസ് ചെയ്യാൻ അറിഞ്ഞുകൂടാ. LLB കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട് എന്ന് പറയുന്ന കണക്ക് ഇത് അനുഭവയോഗ്യമായിട്ടുള്ള ആൾക്കാരുടെ നിന്നാണ് നമുക്ക് കിട്ടേണ്ടത്. പക്ഷെ നമ്മൾ പലപ്പോഴും ശ്രദ്ധിച്ച് നോക്കിയാൽ
നമ്മൾ പോകുന്ന സ്ഥലങ്ങളും നമ്മൾ പോകുന്ന സ്ഥലങ്ങളുടെ പ്രശ്നമല്ല, നമ്മുടെ ഫ്രീക്വൻസി അതിലാണ് നിൽക്കുന്നത്. ശരിക്കും നമ്മുടെ റിഫ്ലക്ഷനാണ്. അപ്പം നമ്മുടെ ഫ്രീക്വൻസി നമ്മൾ എൻഹാൻസ് ചെയ്യണമെങ്കിൽ ഏതാണ് അവസ്ഥ? സൃഷ്ടിക്ക് മുമ്പുള്ള, ബിഗ് ബാങ്ങിന് മുമ്പുള്ള ഒരു അവസ്ഥയുണ്ടല്ലോ, നത്തിങ് എന്നും സിംഗുലാരിറ്റി എന്നും ഒക്കെ പറയാൻ വേണ്ടി പറയാമെന്നല്ലാതെ മീൻ വെള്ളത്തിലിരുന്ന് വെള്ളത്തിനെ ഡിഫൈൻ ചെയ്യുന്നത് പോലെ ആയിപ്പോകുന്നത്. അപ്പം ഇതായിരുന്നു നമ്മുടെ ഒരു പർപ്പസ്. അപ്പോൾ ഈ പർപ്പസ് സർവ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ വേറൊന്നിനും കൊണ്ടല്ല. ഈ പലരും നമ്മളോട് വിളിച്ച് 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ നമ്മൾ കിടന്ന് സംസാരിച്ചാലും കേൾക്കുന്നവർക്ക് ഒരു മാറ്റവും വരാനില്ല. അപ്പോൾ ഇതിലെന്താ ഗുണം? ജിദ്ദു കൃഷ്ണമൂർത്തി ഈ ചാനലിൽ ചെന്ന് നോക്കിയാൽ മതി, ഉപനിഷത്ത് ചാനലിൽ ചെന്ന് നോക്കിയാൽ മതി, അസ്ട്രോളജി നോക്കിയാൽ മതി, പ്രേതം പിശാച് നോക്കിയാൽ മതി, സ്പിരിറ്റ്, 1000 ടോപ്പിക് എന്ന് പറഞ്ഞാൽ അതിലിനി ഏതെങ്കിലും ടോപ്പിക്ക് ബാക്കി വരാൻ സാധ്യതയുണ്ടോ? എൻ്റെ അറിവിലില്ല. ആരെങ്കിലും ഏതെങ്കിലും ടോപ്പിക്ക് ഇനി ചെയ്യാനുണ്ട് എന്ന് തോന്നിയാൽ ഇടുക. ഉറപ്പായിട്ടും ഈ ചാനലിൽ എനിക്ക് തോന്നുന്നില്ല. അപ്പം ഇനി അടുത്തത് എന്താണെന്ന് ചോദിച്ചാൽ ഈ പറഞ്ഞത് ആണ് നമ്മൾ എന്നുള്ള ഇതിലേക്ക് പോകണമെങ്കിൽ പ്രധാനപ്പെട്ടത് സത്സംഗമാണ്. നമ്മൾ കണ്ടുമുട്ടുന്ന ആൾക്കാർ, നമ്മൾ സംസാരിക്കുന്ന ആൾക്കാർ, നമ്മൾ വായിക്കുന്ന ബുക്കുകൾ, നമ്മൾ കാണുന്ന യൂട്യൂബ് സ്പീച്ചുകൾ, ഇതെല്ലാം നമ്മൾ പറയുന്ന സത്യത്തെക്കുറിച്ച് സംസാരിക്കുന്നവരായിരിക്കണം. എനിക്കങ്ങനെ ഫീൽ ചെയ്തിട്ടുള്ള ഇന്ന് ജീവിച്ചിരിക്കുന്നതിൽ ഒരാൾ എക്കാർട്ട് ടോളെയാണ്. പവർ ഓഫ് നൗ എഴുതിയ ബുക്ക് എഴുതിയിട്ടുള്ള എക്കാർട്ട് ടോളെയാണ്. എക്കാർട്ട് ടോളെ ജിദ്ദു കൃഷ്ണമൂർത്തി ജീവിച്ചിരിപ്പില്ല. ജിദ്ദു കൃഷ്ണമൂർത്തി സംസാരിക്കുന്നതിനപ്പുറമാണ് എക്കാർട്ട് ടോളെ സംസാരിക്കുന്നത്. അപ്പം ആ ഒരു റേഞ്ച് മനസ്സിലാവുമല്ലോ. പിന്നെ രമണ മഹർഷി ജീവിച്ചിരിപ്പില്ല. രമണ മഹർഷിയുടെ ബുക്കുകളിലൂടെ പലരും സംസാരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ രമണ മഹർഷിയുടെ ഹുവാമ എന്ന് പറയുന്നൊരു സാധനം ആ ഒരു ലെവലിൽ നിൽക്കുകയും അത് മാത്രം പറയുന്നവർ, അല്ലെങ്കിൽ അതിൻ്റെ വീഡിയോസ്, അതിൻ്റെ ബുക്കുകൾ അത് നിരന്തരം നമ്മൾ എടുത്തില്ലെങ്കിൽ ഈ വേദം, ഉപനിഷത്ത്, പുരാണം എന്ന് പറയുന്ന ഈ തട്ടുപുളപ്പൻ സാധനം ഉണ്ടല്ലോ, തട്ടുപുളപ്പൻ ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെയല്ല, അത് സൃഷ്ടിക്ക് ശേഷമുള്ളതാണ്. അത് അദ്വൈതമായിട്ട് ബന്ധമില്ല, അത് ഡ്യുവലിസമാണ്. നമ്മൾ സംസാരിക്കുന്നത് മോണിസമാണ്. അപ്പം ഇതാണ് പലപ്പോഴും വിഷയം. രാഷ്ട്രീയക്കാരെല്ലാം ഒരു കാര്യം തന്നെയാണ് സംസാരിക്കുന്നത്, ജനങ്ങളെ സേവിക്കാനായിട്ട്. എല്ലാ മതങ്ങളും ദൈവത്തെക്കുറിച്ച് പറയാൻ തന്നെയാണ് ശ്രമിക്കുന്നത്. പക്ഷേ അത് ആൾക്കാരിൽ എത്തുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ആൾക്കാരിൽ എത്താത്തതിന് കാരണം എത്രത്തോളം നിഷ്കാമമായിട്ടാണ് ഇവർ പറയുകയും ചെയ്യുന്നത്. മഹാത്മാഗാന്ധിജി നിഷ്കാമമായിരുന്നു. മഹാത്മാഗാന്ധിജി കഴിഞ്ഞിട്ട് നമുക്ക് കുറേ പേരുകൾ പറയാൻ പറ്റും, അത്ര പോപ്പുലർ അല്ലെങ്കിലും ഇന്ന് നമുക്ക് ചുറ്റുവരിപ്പുണ്ട്. അപ്പം ഇതായിരിക്കണം. ഇവിടെ എന്തെങ്കിലും ചെയ്യാനുണ്ടോ എന്നുള്ളതല്ല, ഇവിടെ ഒന്നും ചെയ്യാനില്ല. ആക്ച്വലി മിണ്ടാതിരിക്കുക എന്നുള്ളതാണ്. മിണ്ടാതിരിക്കുക എന്നുള്ളതെന്ന് വെച്ചാൽ അതെത്ര ഉദാഹരണം പറഞ്ഞാലും നമ്മൾ വെള്ളത്തിൽ ചെന്ന് നമ്മുടെ മുഖം ചെന്ന് നോക്കിയിട്ട് നമ്മളെ കണ്ടിങ്ങനെ ഇരിക്കുമ്പോൾ അവിടെ മഴ പെയ്താൽ ആ വെള്ളത്തിൽ മഴത്തുള്ളി കാണും എന്ന് പറയുന്നത് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ കാണുന്നതാണ് ഈ അഴുക്ക്. ഈ കണ്ണാടിയിൽ, ജീവിതം എന്ന് പറയുന്ന കണ്ണാടിയിൽ നമുക്ക് നമ്മളെ കാണാൻ പറ്റാത്തത് സെപ്പറേഷനാണ്. രണ്ടായി കണ്ടാൽ നമുക്കുണ്ടാവുന്നത് ഇണ്ടലാണ്. അതാണ് ആഗ്രഹങ്ങളെന്ന് പറയുന്നത്. ആഗ്രഹങ്ങൾ വേണ്ടാന്നൊന്നുമല്ല പറയുന്നത്. അവരവരുടെ പാഷൻ, അവരവർക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവരുടെ മനസ്സിനും ശരീരത്തിനും ആത്മാവിനും അത് നല്ലതാണോ എന്ന് മെഡിക്കലി, സയൻറ്റിഫിക്കലി ചെക്ക് ചെയ്യുക. ആത്മീയതയൊക്കെ തട്ടിപ്പാണ്. അതുപോലെ നമ്മൾ ചെയ്യുന്നത് വേറൊരാൾക്ക് ഉപദ്രവം ഉണ്ടാവരുത്.
ഇതാണ് സത്യം. ഇത്രയേ ഉള്ളൂ. ഇത് ഏത് രീതി ചെയ്യാൻ പറ്റുമോ ആ രീതിക്ക് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇന്ന് തൊട്ട് തീരുമാനിച്ചിട്ടുള്ള കാര്യം ഒരു സ്ഥലത്തും ഷെയർ ചെയ്യത്തില്ല എന്നുള്ളതാണ്. ഫേസ്ബുക്കിലാണെങ്കിലും ഒന്നിലും. യൂട്യൂബിലിടുക, ആരും കേട്ടില്ലെങ്കിലും കുഴപ്പമില്ല. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ആർക്കെങ്കിലും പ്രയോജനം കിട്ടുമെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.